ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നത് മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ തമ്മിൽ കാസ്റ്റ് ഡിഫറൻസ് ഉള്ളതായിട്ട് തന്നെ കാണുന്നത്. ഏജ് ഡിഫറൻസ് ഉണ്ട് നിങ്ങൾക്കിടയിൽ. ഈ വ്യക്തി നിങ്ങളെ, എന്നാൽ പോലും ഈ വ്യക്തി നിങ്ങളെ മാരേജ് ചെയ്യാനൊക്കെ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഡിഫറൻസ് ഉണ്ടായിട്ടും നിങ്ങൾ മാരേജ് വരെ എത്തിയ ഒരു കണക്ഷനാണ്. നിങ്ങൾ നല്ല രീതിയിൽ ഇത് ലൈഫ് ലോങ് മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ച് കൊണ്ടുവന്ന ഒരു കണക്ഷനാണ്. അല്ലെങ്കിൽ അത്രത്തോളം പവിത്രതയോടുകൂടി സൂക്ഷിച്ച ഒരു ബന്ധമാണ് നിങ്ങളുടേത്. അത്രത്തോളം പരസ്പരം റെസ്പെക്റ്റോടു കൂടി ആയിരിക്കണം നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ മുന്നോട്ട് പോയിരുന്നത്. അതൊക്കെയാണ് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതൊക്കെയാണ്. അപ്പോൾ അത്രത്തോളം നല്ലൊരു കണക്ഷൻ ആയിരുന്നു, അല്ലെങ്കിൽ അതുപോലെയാണ് ഈ ഒരു നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾ ഈ വ്യക്തിയുടെ അടുത്ത് നിന്നതും അതുപോലെ തന്നെയാണ്. നല്ലൊരു റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഈ വ്യക്തിക്ക്. നല്ല ഒരു എല്ലാം കൊണ്ട് നിങ്ങൾ വേണ്ട ഒരു പരിഗണന, റെസ്പെക്റ്റൊക്കെ കൊടുത്തിട്ടാണ് നിങ്ങളും ഈ വ്യക്തിയുടെ അടുത്ത് സഹകരിച്ച് നിൽക്കുന്നതെന്നാണ് ഈ വ്യക്തി മനസ്സിലാക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് അങ്ങനെയൊക്കെ ആൾ ചിന്തിക്കുന്നതും അത് തന്നെയാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ അടുത്ത് നല്ല സ്നേഹമുണ്ട്, ഒരുപാട് സ്നേഹവും ഫീലിങ്സൊക്കെ ഉണ്ട് നിങ്ങളുടെ അടുത്ത്. പക്ഷേ ആൾക്ക് ചെറിയൊരു കുഞ്ഞ് ദേഷ്യം ഉള്ളിലുണ്ട്. പക്ഷെ ആളത് കൺട്രോൾ ചെയ്യാണ്. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്നേഹമാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ ആൾ ഹൃദയം കൊണ്ടാണ് നിങ്ങളെ അവർ സ്നേഹിക്കുന്നത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ എന്തോ ഒരു വല്ലാത്തൊരു വിഷമം ആൾ അനുഭവിക്കുന്നുണ്ട്. ആളുടെ സിറ്റുവേഷനിൽ ആൾക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ആൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നൊക്കെ ആൾക്ക് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്നും ആൾക്ക് ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല. ആളുടെ ജീവിത പ്രശ്നത്തിൽ നിന്നൊക്കെ ഒന്ന് മുന്നോട്ടേക്ക് തന്നെ പോകണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് നിങ്ങളുടെ വ്യക്തിയുള്ളത്. പക്ഷേ ആൾ നല്ലൊരു സമയത്തിന് വേണ്ടിയാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. അതിനുവേണ്ടി നല്ലൊരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. കാരണം ഫിനാൻഷ്യൽ ഇഷ്യൂസാണ് ആൾക്ക് മെയിനായിട്ടുള്ളത്. നിങ്ങൾക്കിടയിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി അത് മാറണം, അതിലൊരു മാറ്റം വരണം എന്നാണ് ആൾ ചിന്തിക്കുന്നതും എന്ന് തന്നെയാണ്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്കിടയിൽ ഫിനാൻസിൻ്റെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെങ്കിൽ അതുമായിട്ട് എന്തോ ഒരു സംഭവം ഉണ്ട് നിങ്ങൾ തമ്മിൽ. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ബ്രേക്കപ്പ് ആയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങളുടെ ഇടയ്ക്ക് എന്തോ ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ശരിക്കും അതൊരു നല്ല രീതിയിൽ മാനസികമായ ഒരു സിറ്റുവേഷൻ കൂടിയൊക്കെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ്റെ ഭാഗമായിട്ട് അത് നിങ്ങളെ സംബന്ധിച്ച് വലിയ വേദനാജനകമായ ഒരു സംഭവമാണെന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അത് നിങ്ങൾ ഒരുപാട് സഹിച്ചിട്ടുണ്ട് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അതിൽ നിന്നൊന്ന് റിക്കവറായി കിട്ടാനായിട്ട് നിങ്ങൾ ഒരുപാട് സഹിച്ചിട്ടുണ്ട്. നിങ്ങളെ സത്യത്തിൽ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും എന്തോ ഒരു വാക്കേറ്റം നടന്നിട്ടുണ്ട്. അത് നിങ്ങളെ നല്ല രീതിയിൽ തളർത്തിയിട്ടുണ്ട്. അത് ഈ വ്യക്തി ഈ സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ആൾ നിങ്ങൾക്ക് നല്ലോണം നൊന്തിട്ടുണ്ട്. നിങ്ങൾ ശരിക്കും അത് വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. അത് നിങ്ങളെ തളർത്തിയിട്ടുണ്ട്. ഒന്നാകെ നിങ്ങളെ തളർത്തി കളഞ്ഞു എന്ന് ചിന്തിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളെപ്പോലെ ഒരാളെയും ആ വ്യക്തിക്ക് മറ്റൊരിടത്തും കിട്ടില്ല. കാരണം നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്നേഹം, ആ ഒരു പരിഗണന, ആ ഒരു സപ്പോർട്ടാണ് ആ വ്യക്തിയെ മുന്നോട്ട് നയിച്ചത് തന്നെ. അപ്പോൾ അത് നിങ്ങൾക്ക് മാത്രമേ തരാൻ പറ്റൂ. മറ്റൊരാളിലും ആ വ്യക്തി ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ല. നിങ്ങളുടെ ഒരു സ്നേഹവും സപ്പോർട്ടൊന്നും ഇന്നേ വരെ ആൾക്ക് കിട്ടിയിട്ടുമില്ല.
അനുഭവിച്ചിട്ടുമില്ല ആൾ എന്നൊക്കെയാണ് ആൾ ചിന്തിക്കുന്നത്. പക്ഷേ ആൾ ഈ ഒരു സമയം മനസ്സിലാക്കുന്നുണ്ട്, എത്രയോ തവണ നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകിൽ യാചിച്ചിട്ടുണ്ട്. ഈ വ്യക്തിയുടെ സ്നേഹത്തിന് വേണ്ടിയും നിങ്ങൾ അതുപോലെ ആയിരുന്നു നിങ്ങൾ റെസ്പെക്റ്റ് കൊടുത്ത് മുന്നോട്ട് നിന്നിരുന്നത്. അപ്പോഴൊക്കെ ഈ വ്യക്തി അതൊന്നും വലിയ രീതിയിൽ നിങ്ങളെ ഇതൊരു ബാലൻസിലേക്ക് കൊണ്ടുവരാൻ ആ സമയത്ത് വ്യക്തി ശ്രമിച്ചില്ല. അപ്പോഴൊക്കെ ഈ വ്യക്തി മറ്റൊരു ദിശയിലായിരുന്നു ഫോക്കസ് മൊത്തം കൊടുത്തിരുന്നത്. അല്ലെ അവരുടെ ഫാമിലിക്കായിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിനായിരിക്കാം, അല്ലെങ്കിൽ മറ്റു വ്യക്തികൾക്കായിരിക്കാം. അങ്ങനെയൊക്കെയാണ് കാണുന്നത്. നിങ്ങൾ ഒരുപാട് ക്ഷമിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സഹിച്ചു എന്നൊക്കെ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളെ ഈ വ്യക്തി ഒരുപാട് കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. നിങ്ങളെ ഒരുപാട് നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് എന്നും കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് നിങ്ങളെ ആ സമയത്തൊക്കെ ഒരുപാട് നിങ്ങളെ കൺട്രോൾ ചെയ്തിട്ടുണ്ട് എന്നും ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തിക്കും നിങ്ങൾക്കിടയിൽ നല്ലൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ജീവിതത്തോട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലക്ഷ്യബോധമുള്ള ആൾക്കാരാണ് നിങ്ങൾ. പരസ്പരം നിങ്ങൾ ഒരുപാട് സംസാരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഇന്ന ലക്ഷ്യം, ഇന്ന പ്ലാനൊക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങളെന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇതിൽ നിന്നും കുറച്ച് കാർഡ്സ് എടുത്തു നോക്കാം എന്താണെന്നുള്ളത്. ഇവിടെ നിങ്ങളുമായിട്ട് ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ്. എന്തോ ഒരു പ്രശ്നം നിങ്ങൾക്കിടയിലുണ്ട്. ഫിനാൻസ് ഇഷ്യൂസാണ് കാണുന്നത് മെയിനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വ്യക്തിക്ക് ഒന്ന് നീങ്ങാൻ പറ്റാത്ത. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റക്ക് സിറ്റുവേഷനൊക്കെ ഒന്ന് നീങ്ങാൻ പറ്റാത്ത. അതുകൊണ്ടാണ്. പക്ഷെ ആളുടെ മനസ്സിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് അതിജീവിക്കണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുമായിട്ട് ആൾക്ക് മുന്നോട്ട് പോകണം. ഇവിടെ ഈ വ്യക്തി നിങ്ങൾക്ക് തന്ന കുറേ വാക്കുകളുണ്ട്. അതൊക്കെ ഈ വ്യക്തിക്ക് പാലിക്കണമെന്ന് ഈ വ്യക്തി ഈ സമയത്ത് ചിന്തിക്കേണ്ടത്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ കുറേ ഈ വ്യക്തിയെടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ എന്തൊക്കെയോ കാര്യം. അതിനൊന്നും ഈ വ്യക്തി നിങ്ങളടുത്ത് വാക്ക് പാലിച്ചില്ലെങ്കിൽ ഈ ഒരു സമയം ആൾ ചിന്തിക്കുന്നത്, നിങ്ങളടുത്ത് കുറേ തവണ നിങ്ങൾ പറഞ്ഞിട്ടും ഈ വ്യക്തി അതൊന്നും പാലിക്കാതെ നിന്നിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ആ വാക്ക് പാലിക്കണമെന്ന് ആൾ ഈ സമയത്ത് ആലോചിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ആൾ ചിന്തിക്കുന്നുണ്ട്. ആളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു സമയം നിങ്ങൾ എന്തുമാത്രം ഈ വ്യക്തിക്ക് വേണ്ട റെസ്പെക്റ്റും എല്ലാം നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഭാഗത്ത് ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാഗം, നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വേണ്ട ഒരു സമയം, അത് നിങ്ങൾക്ക് എല്ലാ ടൈമും നിങ്ങൾ ഒരുപാട് നല്ല സ്നേഹത്തിലാണെന്നൊക്കെ കാണുന്നുണ്ട്. എന്നാലും ഇടയ്ക്ക് എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ ഈ വ്യക്തി നിങ്ങളെ ഇപ്പോഴും അത് തന്നെയാണ്. നിങ്ങൾക്കിടയിൽ ഉള്ള ഒരു പ്രശ്നം കാരണം ഇവിടെ ജഡ്ജ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുക നിങ്ങളുടെ കാര്യത്തിൽ. ആ യൂണിവേഴ്സിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റും നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അവിടെ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും വിധിക്ക് വിട്ടുകൊടുക്കുകയാണ്. ഇപ്പോൾ എല്ലാ യൂണിവേഴ്സിൽ സമർപ്പിക്കുന്നുണ്ട്. ആ വിധി നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. എന്നിരുന്നാലും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സ്വപ്നം നേടിത്തരണം അല്ലെങ്കിൽ നേടിയെടുക്കും എന്ന് നിങ്ങളടുത്ത് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി റൊമാൻസ് ഏഞ്ചൽസിന് എന്താ പറയാനുള്ളത് നോക്കാം ഇതിൻ്റെ ഒരു ഭാഗമായിട്ട്. ട്രൂ ലവ്, അതായത് നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും ആഗ്രഹിച്ച ആ ഒരു ട്രൂ ലവ്, നിങ്ങളുടെ
ആ ഒരു ട്രൂ ലവ് അത് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ട്രൂ ലവ് എന്നാണ് കിട്ടിയിരിക്കുന്നത്. അതായത് നിങ്ങളുടെ സ്നേഹം അത്രത്തോളം, നിങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത് അതൊരു ട്രൂ ലവ് ആണ്. അപ്പം അത് തന്നെ നിങ്ങളുടെ ലൈഫിലോട്ട് ഈ വ്യക്തിക്കും നിങ്ങൾക്കിടയിലുള്ളത് ട്രൂ ലവ് ആണെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ പ്രശ്നം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ ഒരു ട്രൂ ലവ് അത് വീണ്ടും തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരുന്നു. വീണ്ടും നിങ്ങൾ പരസ്പരം പ്രണയം സ്റ്റാർട്ട് ചെയ്യുന്നു. നിങ്ങൾ എന്താ പറയുക, രണ്ടുപേരും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിടയിൽ വേറെ കളങ്കം അങ്ങനത്തെ ഒന്നുമില്ല. നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞില്ലേ, കാർഡ്സ് ഫസ്റ്റിൽ വന്ന തന്നെ ഹെയറോപ്പൻ്റെ. അതുകൊണ്ട് കളങ്കമില്ലാത്തൊരു സ്നേഹം. അതുകൊണ്ടാണ് യൂണിവേഴ്സ് നിങ്ങളെ സ്നേഹം ട്രൂ ലവ് എന്ന് പറയുന്നത് ഇവിടെ. അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രണയം തന്നെ ഒരു ട്രൂ ലവ് ആണെന്ന് പറയുന്നത്. അത് അത്രത്തോളം നല്ല സ്നേഹമായതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ കാർഡ്സ് കിട്ടിയതും. അപ്പോൾ ഈ ഒരു കാർഡ്സിൽ നിന്ന് മനസ്സിലാകുന്നത്, നിങ്ങൾക്കുള്ള ഇപ്പോഴത്തെ ഒരു പ്രശ്നം അത് നിങ്ങളുടെ വ്യക്തി ശരിയാക്കി തരുമെന്ന് തന്നെയാണ്. അതായത് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് എന്തോ ഒരു പ്രശ്നമുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു നോ കോണ്ടാക്റ്റോ അങ്ങനെ എന്തോ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ വ്യക്തി അത് പാലിക്കും. ആ ഒരു വാക്ക് പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾക്കിടയിൽ. എന്തോ ഒരു വാക്കേറ്റം നടന്നിട്ടുണ്ട്, നിങ്ങളെ മാനസികമായിട്ട് തളർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അവർ മനസ്സിലാക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അവർക്കിപ്പോൾ തിരിച്ചറിവ് വരുന്നുണ്ട്. എന്തോ ഒരു വാക്ക് നിങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ ആകണമെന്നുള്ള ഒരു വാക്ക് നിങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി അത് പാലിക്കും എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ യൂണിവേഴ്സിൻ്റെ ഒരു മെസ്സേജും നിങ്ങൾ കണ്ടല്ലേ, ട്രൂ ലവ് ആണ്. അതുകൊണ്ട് ഈ ഒരു സ്നേഹബന്ധത്തിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല സ്നേഹമാണ്. ഇങ്ങനെ എന്താ പറയുക, ചീറ്റിംഗ് എനർജി ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ചെറിയൊരു പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ ആ പ്രശ്നമൊക്കെ മാറി വീണ്ടും തിരിച്ച് നിങ്ങളുടെ യഥാർത്ഥ പ്രണയം, നല്ലൊരു സ്നേഹബന്ധം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇതുമായിട്ട് കുറച്ച് ക്ലൂസ് എടുത്തു നോക്കാം. തിരുവാതിര, അത്തം, മലപ്പുറം, ചിത്തിര, സെപ്റ്റംബർ, ലെറ്റർ എച്ച് ആണ്. അനിഴം, ലെറ്റർ എ, ഉത്രം നക്ഷത്രം, അശ്വതി, മാർച്ച് മാസം, യെല്ലോ കളർ, ഓഗസ്റ്റ്, ജൂൺ മാസം, സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം. ലെറ്റർ ജെ, ലെറ്റർ എഫ്, ലെറ്റർ എൽ ആണ്. പൂയം നക്ഷത്രം, പൂയം, വൈറ്റ് കളർ, പുണർത്തം, ലെറ്റർ ജി ആണ്. സ്റ്റുഡൻറ്റ്, ലെറ്റർ എസ് ആണ്. സോഷ്യൽ വർക്കർ ആയിരിക്കാം. ലെറ്റർ ബി ആണ്, ബി. ജൂലൈ മാസം, പിങ്ക് കളർ, ഗൾഫ് രാജ്യം. 50, 14, 31, 44, 45, 1, 40, 41, 7, 21. ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്